ഹലോ ഗൈസ്, നമുക്കൊരു അടിപൊളി ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ജൂണിൽ ബർത്ത്ഡേ ഉള്ള ആൾക്കാർക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് ആകെ വേണ്ടത് കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സും പിന്നെ കളേഴ്സും മാത്രമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കേക്ക് വരച്ചെടുക്കുക. ഈ കാണുന്ന പോലെയൊക്കെ വരച്ചൊന്ന് കളറൊക്കെ ചെയ്തെടുക്കുക. നല്ല ഭംഗിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ കളറടിച്ച് കൊടുക്കുക. അഥവാ ഇത് പാടാണെങ്കിൽ വേണ്ട, നിർബന്ധമൊന്നുമില്ല, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരു കേക്ക് ഇരിക്കുന്നതാണല്ലോ നല്ലത്. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാണ് ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വോയിസ് ഓവർ ചെയ്യണേന്ന്. ശരിക്കും ഉറക്കമൊന്നുമല്ല, എൻ്റെ തൊണ്ടയൊക്കെ അടിച്ചു പോയി ഗൈസ് ഈ മഴയിൽ. അപ്പം നമ്മുടെ വിഷയം കേക്ക് അല്ല, സോറി, ബർത്ത്ഡേ കാർഡ്. അപ്പം നമ്മളിങ്ങനെ വരയ്ക്കുക, അത് ആ കേക്ക് നമ്മൾ അതേ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്യത്തില്ലേ, അതുപോലെ ഒന്ന് വരച്ച്, അതായത് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ കേക്ക് പീസില്ലേ, അതിൻ്റെ അതേ അളവിൽ ഇതേപോലൊരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കാനുള്ളത് ഒരു നീളം പേപ്പർ ആയിക്കോട്ടെ, എന്നിട്ട് അതിൻ്റെ അറ്റത്താണ് ഇത് ഒട്ടിച്ചു കൊടുക്കാനുള്ളത്. ആ കേക്ക് കട്ട് ചെയ്തെടുത്തില്ലേ, എന്നിട്ട് അതിൻ്റെ ആ പീസ് കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മൾ അകത്ത് കൂടി വരച്ചു കൊടുത്ത്, എന്നിട്ട് എന്തെങ്കിലും ബർത്ത്ഡേ വിഷസും കൂടി എടുത്തു കൊടുക്കുക. അല്ല, എന്ത് ഈ പറയുന്നത്, എഴുതി കൊടുക്കുക. എന്നിട്ട് വേറൊരു വൈറ്റ് ചാർട്ട് പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയില്ലേ അതേ അളവിലൊന്ന് വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കീറിക്കൊടുക്കുക. അതായത് നടുക്ക് വെച്ചിട്ടൊന്ന് കീറിക്കൊടുക്കുക. ആ കട്ട് ചെയ്തതിനുള്ളിൽ നമ്മൾ നേരത്തെ കേക്കിൻ്റെ പീസ് മാറ്റി വെച്ചില്ലേ, അതിങ്ങനെ ഇറക്കി കൊടുത്തിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വേറൊരു വൈറ്റ് പേപ്പർ അതിൻ്റെ മുകളിൽ കൂടി ഒട്ടിച്ച് കവർ ചെയ്ത് കൊടുത്താൽ കാര്യം തീർന്നു. എന്നിട്ട് ആ പീസ് ഓഫ് കേക്ക് വലിച്ചു നോക്കുക, കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ കാര്യം സെറ്റ്, ഇല്ലെങ്കിൽ ഫ്ലോപ്പ്. ായി കിടക്കുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷസ് എഴുതി കൊടുക്കാം. അപ്പം ചാച്ചാ.